ദില്ലി ദാലിയുടെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികവും ഇന്നത്തെ ഇന്ത്യയും എന്നുള്ളൊരു രാഷ്ട്രീയ സംഭാഷണമാണ് ഇത്. ഏഹ്, മലയാളികൾക്കെല്ലാം സുപരിചിതനായ, ഞാൻ യാതൊരു തരത്തിലും ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടാത്ത വിധം നമുക്ക് സുപരിചിതനായ പ്രമുഖ രാഷ്ട്രീയ നേതാവും CMPയുടെ ജനറൽ സെക്രട്ടറിയുമായ CP ജോണാണ് ഈ വളരെ പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ദില്ലി ദാലിയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം ജോൺ, ദില്ലി ദാലിയിലേക്ക്. നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഈ 18ാം ലോക്സഭയിലെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഇന്നാണ്, അതായത് ഇന്ന് ജൂൺ 24-ാം തീയതിയാണ് തുടങ്ങിയത്. ആ സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ട് മുൻപ് പത്രപ്രവർത്തകരോട് സംസാരിക്കവേ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു, നാളെ അതായത് ജൂൺ 25-ാം തീയതി അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികമാണെന്നും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു കളങ്കം, ഒരു കറുത്ത ഒരു അധ്യായമായിരുന്നു അത് എന്നും ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരത്തിൽ വെച്ച് പത്രക്കാരോട് സംസാരിക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഉടൻ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയുടെ മറുപടി വന്നു, എത്ര നാൾ ഇങ്ങനെ നിങ്ങൾ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും? ഇപ്പോൾ ഈ നാട്ടിൽ ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയല്ലേ നിലവിലുള്ളത് എന്ന്. 1975 ജൂൺ 25-ാം തീയതിയാണ് അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ പ്രഖ്യാപിച്ചത്. അന്ന് എനിക്ക് ഞാൻ 14-ാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ജോണിന് ഒരുപക്ഷെ 17-ഓ 18-ഓ വയസ്സായിരുന്നിരിക്കണം പ്രായം. നമ്മൾ രണ്ടുപേരും കൗമാര ഡിഗ്രി വിദ്യാർത്ഥി 2ാം വർഷം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ. അതെ, 2ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥി. ആണോ? ഓ, ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ 9-ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിലേക്ക് പോകുമായിരുന്നു ഞാൻ. അപ്പോൾ പക്ഷെ നമ്മൾ രണ്ടുപേരും കൗമാരപ്രായത്തിലായിരുന്നു. നമ്മുടെ രണ്ടുപേരുടെയും രാഷ്ട്രീയ നിലപാടുകളെ അടിയന്തരാവസ്ഥ തെല്ലൊന്നുമല്ല സ്വാധീനിച്ചത്, രാഷ്ട്രീയ നിലപാടുകൾ എടുക്കുന്നതിലൊക്കെ. എങ്കിലും ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ ഇന്ന് ചോദിച്ച ചോദ്യം CP ജോണിനോട് ഒന്ന് ചോദിക്കുകയാണ്. അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ട ഒരു ആവശ്യം ഇന്നത്തെ ഇന്ത്യയിലുണ്ടോ? തീർച്ചയായിട്ടും ചരിത്രത്തിലെ കറുത്ത ദിനങ്ങൾ ഓർമ്മിക്കപ്പെടാതെ പോകുന്നതിന് അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വാസ്തവത്തിൽ ഇന്ദിരാഗാന്ധിയെ പോലെ മഹതിയായ ഒരു രാഷ്ട്രീയ നേതാവ് അവരുടെ മുഖത്ത് സ്വയം തേച്ച് പിടിപ്പിച്ച ഒരു കറുത്ത പൊട്ടാണ്, അല്ലെങ്കിൽ കറുത്ത പാടാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനം എന്നാണ് ഞാൻ എന്നും കരുതിയിട്ടുള്ളത്. നേരത്തെ ഗോപാലകൃഷ്ണൻ പറഞ്ഞതുപോലെ ഞങ്ങളൊക്കെ സ്കൂൾ കാലം വിട്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനമൊക്കെ തുടങ്ങിയൊരു കാലമാണ്. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴൊക്കെ വളരെ സജീവമായി SFIയുടെ നേതൃത്വത്തിൽ സ്കൂളിലും ഉണ്ടായിരുന്നു. പക്ഷേ എമർജൻസി തൊട്ട് മുൻപ് 1974 പഠിത്തത്തിൽ കേന്ദ്രീകരിക്കാനായിട്ട് ഞാൻ സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു, ഒരു വിദ്യാർത്ഥി എന്നുള്ള എനിക്ക്. അപ്പോഴാണ് അടിയന്തരാവസ്ഥ പൊട്ടി വീഴുന്നത്. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്, ഞാൻ സെന്റ് തോമസ് കോളേജിലെ ഫിസിക്സ് ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഇതൊക്കെ പെട്ടെന്ന് പിൻവലിക്കുമെന്നൊക്കെയാണ് ആദ്യം കരുതിയതെങ്കിലും ഇതൊന്നുമല്ല, ഇതൊരു സ്ഥിരമായ കാര്യമാണ് എന്ന് തോന്നിയപ്പോഴാണ് വീണ്ടും എൻ്റെ സ്നേഹിതനായിരുന്ന ഇപ്പൊ നമ്മളോടൊപ്പം ഇല്ലാത്ത TA പ്രസാദിന്റെ മുറിയിൽ പോയി ഞാൻ മെമ്പർഷിപ്പും എൻ്റെ ഫണ്ട് കൂപ്പണും ഒക്കെ വാങ്ങി പഴയതുപോലെ SFIയുടെ പ്രവർത്തനം പുനരാരംഭിക്കുന്നത്. അതൊരു എനിക്ക് സംഘടനയിലേക്കുള്ള ഒരു പുതിയ വരവായിരുന്നു. മറ്റൊരു കോളേജിലാണല്ലോ ഞാൻ പഠിക്കുന്നത്. അപ്പൊ എല്ലാവരും ചോദിച്ചു, എല്ലാവരും കുറച്ച് പുറകോട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇപ്പൊ അടിയന്തരാവസ്ഥ കാലത്ത് അങ്ങോട്ട് പോകുന്നത്? പക്ഷെ എനിക്കല്ലാതെ വയ്യ. അടിയന്തരാവസ്ഥയെ എതിർത്തില്ലെങ്കിൽ അത് നമ്മുടെ ഒരു യൗവനത്തോട് നമ്മൾ ചെയ്യുന്ന ഒരു പാതകമായിരിക്കുമെന്ന് എനിക്ക് അന്ന് തോന്നിയത് ഇപ്പോഴും എനിക്ക് വളരെ, ഞാൻ എളിയ ജീവിതത്തിലെടുത്ത ഇളം പ്രായത്തിലെടുത്ത ഒരു ശരിയായ തീരുമാനമായിട്ട് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ ഇന്ന് ഖാർഗെ പറഞ്ഞതിനകത്ത് അതൊരു ലോഡഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിലെ ഒന്നാമത്തെ കാര്യം, ഖാർഗെ എന്ന AICC പ്രസിഡന്റ് അടിയന്തരാവസ്ഥ ശരിയാണ് എന്ന് വാദിക്കുന്നില്ല. വളരെ പ്രധാനമാണ്. 2, അടിയന്തരാവസ്ഥകളെ അദ്ദേഹം എതിർക്കുന്നു. നവ അടിയന്തരാവസ്ഥയുടെ
ഒരു മണിനാദമാണ് ഈ കഴിഞ്ഞ രണ്ടാം മോഡി ഗവൺമെന്റിൽ നമ്മൾ കേട്ടതെന്നും അപ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥ നിലവിലുണ്ട് എന്ന് പറയുമ്പോഴും കോൺഗ്രസ് ഫലത്തിൽ അടിയന്തരാവസ്ഥയെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നതാണ് അതിൽ നിന്നും വായിച്ചെടുക്കേണ്ട രണ്ടാമത്തെ കാര്യം. അത് രാഹുൽ ഗാന്ധി തന്നെ നമ്മളെ അത്ഭുതപ്പെടുന്ന തരത്തിൽ അടിയന്തരാവസ്ഥ തെറ്റായിരുന്നു എന്ന് തന്നെ അദ്ദേഹം ഒരു ഘട്ടത്തിൽ വെച്ച് പറയുന്നുണ്ട്. ഇനി ഇന്ദിരാഗാന്ധിയിലേക്ക് തിരിച്ചു പോയാൽ തന്നെ ഇന്ദിരാഗാന്ധി അത്ഭുതകരമായ തരത്തിൽ 77-ൽ വലിയ പരാജയം ഏറ്റുവാങ്ങിയതിനു ശേഷം മറ്റേ ഏകാധിപത്യത്തിന്റെ പാതയിലേക്ക് പോയവർ ആരും തന്നെ എന്ന് പറയാം ജനാധിപത്യത്തിന്റെ വഴികളിലൂടെ തിരിച്ചു വന്നിട്ടതായിട്ട് നമ്മുടെ ഓർമ്മകളിലില്ല. പക്ഷെ ജനാധിപത്യത്തിന്റെ വഴിയിൽ ഇന്ദിരാഗാന്ധി തിരിച്ചു വന്നു. പ്രതിപക്ഷത്തിന്റെ ഇടയിലുള്ള ഭിന്നിപ്പുകൾ അവർ സമർത്ഥമായി ഉപയോഗപ്പെടുത്തി. പക്ഷെ അതിനുശേഷം അവർ കൊല്ലപ്പെടുന്നത് വരെ അടിയന്തരാവസ്ഥയെ പ്രകീർത്തിക്കാനോ ആ ചെയ്തതൊക്കെ ശരിയായിരുന്നു എന്ന് പറയാനൊന്നും അവര് അധികം മെനക്കെട്ടിട്ടില്ല എന്നുള്ള കാര്യം ഞങ്ങളൊക്കെ അന്ന് വളരെ സജീവമായി നിൽക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് എനിക്ക് വ്യക്തമായിട്ടുള്ള ഓർമ്മയുണ്ട്. അപ്പൊ അതുകൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപനം കോൺഗ്രസ് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അധ്യായമാണ് എന്നും ഇന്ന് നിലവിലുള്ള ഒരു നവ അടിയന്തരാവസ്ഥ അത് BJP ആണ്. അന്ന് അടിയന്തരാവസ്ഥയെ എതിർത്തുവെന്ന് മേനിയടിക്കുന്ന BJP ആണ് ഇപ്പൊ നടപ്പാക്കുന്നതെന്നും അതിന്റെ ഏറ്റവും നല്ല സൂചകം ജയിലിൽ കിടക്കുന്ന കേജ്രിവാളാണ് എന്നും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അന്ന് മുഖ്യമന്ത്രിമാരാരും ജയിലിൽ കിടന്നില്ല, വലിയ വലിയ നേതാക്കന്മാർ കിടന്നു. നമുക്കറിയാം ജയപ്രകാശ് നാരായണനെ പോലെ AKG പോലുള്ള ആളുകള്, അശോക് മേത്ത, ആചാര്യ കൃപലാനി, ബ്രാർജി ദേശായി, ആരെല്ലാം AK ഗോപാലൻ, AKG, അങ്ങനെയുള്ള നിരവധി ആളുകൾ. EMS തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, അദ്ദേഹം ഒരു കഴുത്തിലൊരു കോളറൊക്കെ വെച്ചുകൊണ്ട് പലപ്പോഴും മൈക്ക് പെർമിഷൻ ഇല്ലാതെ കേരളത്തിലുടനീളം പ്രസംഗിക്കാൻ പോവുകയും അവസാന നിമിഷം ഒരു മൈക്കിന് പെർമിഷൻ കിട്ടുകയൊക്കെ ചെയ്ത രംഗങ്ങളൊക്കെ ഞങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ട്. അപ്പൊ അതുപോലെ തന്നെ കേരളത്തിലുണ്ടായ ഉരുട്ടിക്കൊലകള്, രാജൻ സംഭവം മാത്രമല്ല എത്രയോ പേര് മരിച്ചു. അതിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ട് എത്രയോ ആളുകള് രക്തസാക്ഷികളായി. അതിൽ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ, വിജയനെ പോലുള്ള ആളുകള്, രാജനെ പോലുള്ള ആളുകളൊക്കെ വഹിച്ചിട്ടുള്ള പങ്ക്. അപ്പൊ അതിന്റെ കൂടെയൊക്കെ RSSഉം ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഞങ്ങളൊക്കെ അന്ന് തൃശ്ശൂരിൽ നിന്നാണ് ഈ കുരുക്ഷേത്രം ഇറക്കിയിരുന്നത്. അത് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. PP മുകുന്ദന്റെ നേതൃത്വത്തിൽ നമ്മുടെ കല്യാൺ സിൽക്കിന്റെ സ്വാമിയാണ് അത് അച്ചടിക്കുകയും അതിനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നത്. അപ്പൊ ഈ കുരുക്ഷേത്രത്തില് പലപ്പോഴും AKGയുടെ പ്രസംഗമൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളും ഈ കുരുക്ഷേത്രമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറാറുണ്ട്. പക്ഷെ അന്നതൊക്കെ അതിനെക്കുറിച്ചൊക്കെ പറയുന്ന RSSന് ഇപ്പൊ എന്താ പറയാൻ? ഇത്രയും കടുത്ത നടപടികൾ എടുക്കുക. ഈ തെരഞ്ഞെടുപ്പിൽ വാസ്തവത്തിൽ ഇന്ന് സത്യപ്രതിജ്ഞ നടക്കുന്നത് ഒരു വലിയ ഒരു സംഭവം തന്നെയാണ്, വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്. വാസ്തവത്തിൽ 400 സീറ്റ് കിട്ടിയിട്ടാണ്, അല്ലെങ്കിൽ 370 സീറ്റ് BJPക്ക് ഒറ്റയ്ക്ക് കിട്ടിയിട്ടാണ് വന്നതെങ്കിൽ അടിയന്തരാവസ്ഥയെക്കാളും വലിയൊരവസ്ഥ, അതിനെന്താ പേരിട്ടുണ്ടെന്ന് അറിയില്ല, ഒരവസ്ഥ ഇന്ത്യയിൽ ഉണ്ടാകുമായിരുന്നു എന്ന കാര്യത്തിലും നമുക്ക് സംശയമില്ല. അതുകൊണ്ട് ഇന്ത്യയുടെ ഒരു പാരഡൈസ് റീഗെയിൻഡ് എന്ന് മിൽട്ടൺ പറഞ്ഞതുപോലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ റീഗെയിൻ കാലമാണ്. അതിനെ അന്വർത്ഥമാക്കുന്ന തരത്തിൽ നമ്മുടെ ഇന്ത്യ മുന്നണിയുടെ MPമാരെല്ലാം കോൺസ്റ്റിറ്റ്യൂഷൻ പിടിച്ചുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ പള്ളിയിൽ പോകുമ്പോൾ ബൈബിൾ കൊണ്ടുപോകുന്നത് പോലെ അവര് ഈ ഭരണഘടനാ പുസ്തകം ഒരു കയ്യിൽ പിടിച്ചിട്ടുണ്ട്. മീനിങ് നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് അബൌട്ട് ടു ബി ലോസ്റ്റ്. അത് ഏറെക്കുറെ നഷ്ടപ്പെട്ടിരുന്നു ഭരണഘടന. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ലോസ്റ്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ റിഗെയിൻ എന്നുള്ളതിൽ ഇന്നിപ്പോൾ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഭരണഘടന അടിയന്തരാവസ്ഥയിൽ നമുക്ക് ലോസ്റ്റ് ആണ്. 42ാം ഭരണഘടനാ ഭേദഗതി ഇതിനകം നടന്നിട്ടുള്ള എല്ലാ ഭരണഘടനാ ഭേദഗതിയെക്കാളും മോശമായ ഭരണഘടനാ ഭേദഗതിയായി. മൗലികാവകാശങ്ങൾ ഇല്ല എന്ന് ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ പറഞ്ഞത് എപ്പോഴും അരുൺ ജെയ്റ്റ്ലി ആവർത്തിക്കാറുണ്ട്. അതിനൊന്നും നമ്മൾ ഇപ്പോഴും അംഗീകരിക്കാനൊന്നും സാധ്യമല്ല. അതിനുശേഷം വീണ്ടും അടിയന്തരാവസ്ഥയെ എതിർത്തവർ തന്നെ അതിന്റെ പ്രയോക്താക്കളും വക്താക്കളുമായിട്ട് വരികയും അവർ വർഗീയത കൂടി, ഇന്ദിരാഗാന്ധിയെ എതിർക്കുന്ന ആരും അവർക്ക് വർഗീയതയുണ്ടെന്ന് പറയില്ല. അവര് വാസ്തവത്തിൽ മരിക്കുന്ന രക്തസാക്ഷിയാവുന്നത് തന്നെ സിഖുകാരെ മാറ്റാൻ പറഞ്ഞപ്പോൾ
ആ സിഖുകാരെ ആ കാരണം കൊണ്ട് മാറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടത് എന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് വർഗീയതയുടെ നിഴൽ പോലും വീഴാത്ത ഒരു മഹതിയായിരുന്നു ഇന്ദിരാഗാന്ധി. എങ്കിലും ഏകാധിപത്യത്തിന്റെ സ്വരം അവർ കടുപ്പിക്കുകയും അതിന്റെ ഭാഗമായി അവരുടെ ചരിത്രത്തിൽ അവർക്ക് തിരിച്ചടികൾ ഉണ്ടാവുകയും ജോണെ, ഞാൻ ഈ ചെയ്തു എന്ന് മനസ്സിലാക്കാം. ജോൺ ഈ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ റീഗെയിൻഡ് എന്ന് പറഞ്ഞു. ആ വിഷയത്തിലേക്ക് വരുന്നതിന് അതിലേക്ക് നമുക്ക് പോകാം. അതിന് തൊട്ട് മുമ്പ് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ അടിയന്തരാവസ്ഥ നാം ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ദിലീപ് അലിയുടെ ശ്രോതാക്കളിൽ ഒരു വലിയ വിഭാഗം ആളുകൾ അടിയന്തരാവസ്ഥയെ കാലത്ത് ജീവിച്ചിരുന്നവരല്ല, അതിനുശേഷം ജനിച്ചവരാണ്. അടിയന്തരാവസ്ഥയ്ക്ക് 50 വർഷമായി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 40 വയസ്സും 30ഉം 35ഉം 20ഉം വയസ്സുള്ളവരെ സംബന്ധിച്ചിടത്തോളം നമ്മളിതെന്തായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അവർക്ക് തോന്നും. കാരണം അവർ കേട്ടറിവ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ ആഗോള സാഹചര്യം, ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ ഇന്ത്യയിലെ 2 കൊല്ലത്തെ ഒരു സോവിയറ്റ് പരീക്ഷണമായിരുന്നു എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ആഗോള സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഒരു ആഭ്യന്തര നിലപാട് ഇന്ദിരാഗാന്ധി എടുക്കുകയായിരുന്നോ? അതൊരു വളരെ പെർട്ടിനന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. കാരണം ഈ നവസ്വതന്ത്ര രാഷ്ട്രങ്ങൾ കൊളോണിയലിസത്തെ വലിച്ചെറിഞ്ഞ, സാങ്കേതികമായിട്ട് പറയുമ്പോൾ കൊളോണിയലിസത്തിന്റെ മുഖം വലിച്ചെറിഞ്ഞ രാഷ്ട്രങ്ങളിലെല്ലാം നിരവധി അസ്വസ്ഥതകളും നിരവധി ഫ്യൂഡൽ വലതുപക്ഷ ശക്തികളുടെ തിരിച്ചുവരവും നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. അത് 61-ൽ നമുക്കറിയാം, പാട്രിസ് ലുമുമ്പ, അദ്ദേഹം വളരെ ഒരു പുരോഗമനവാദിയായിട്ടാണല്ലോ കണക്കാക്കപ്പെട്ടിരുന്നത് ആഫ്രിക്കയിലെ. പാൻ ആഫ്രിക്കൻ നാഷണലിസത്തിന്റെ 60കളിൽ തന്നെ പാട്രിസ് ലുമുമ്പയെ പോലുള്ള ആളുകളെ കൊന്നു. അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ട് മുമ്പാണല്ലോ അലൻഡെ, അദ്ദേഹം ഷോട്ട് ഡെഡ് എന്നാണ് പറയുക, അത് സൂയിസൈഡാണ് എന്ന് പറയുന്നു. എന്തായാലും അലൻഡെ ചിലിയിലെ പ്രസിഡന്റ് ആയിരുന്നു, അദ്ദേഹം മാർക്സിസ്റ്റ് ആയിരുന്നു. നമുക്കറിയാം നെരൂദയെ പോലുള്ള കവികൾ ചിലിയിൽ നിന്നാണല്ലോ ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ആ സമയത്ത് ഒരു അവധൂതനെ പോലെ എന്ന് പറയുന്നത് തെറ്റായിരിക്കാം, ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പാഞ്ഞു നടന്ന് വിപ്ലവത്തിന്റെ തീപ്പൊരി വായിച്ചിട്ടുള്ള ചെഗുവരെ ആ കാലത്ത് ജീവിച്ചിരുന്നു. ചെഗുവരെ ഇവിടെ ഇന്ത്യയിൽ വരുന്നത് ക്യൂബയുടെ മന്ത്രി എന്ന രീതിയിലാണ്. അതിനുശേഷവും ആ മന്ത്രി കുപ്പായമെല്ലാം ഊരി വെച്ചുകൊണ്ട് തോക്കെടുത്ത് അദ്ദേഹം ആഫ്രിക്കയിലേക്ക് പോകുന്നു, അദ്ദേഹം പല രാജ്യങ്ങളിലേക്ക് പോകുന്നു. വിപ്ലവത്തിന്റെ ഒരു ചിഹ്നമായി ഇന്നും അദ്ദേഹം നിൽക്കുന്നുണ്ടല്ലോ. അദ്ദേഹത്തെയും വെടിവെച്ച് കൊല്ലുകയുണ്ടായി. അതേപോലെ തന്നെ അപ്പോ അത് പാട്രിസ് ലുമുമ്പയാണെങ്കിലും അലൻഡെ ആണെങ്കിലും ചെഗുവരയാണെങ്കിലും ഒക്കെ കൊല്ലപ്പെടുന്ന ഒരു കാലമാണ്. അതേപോലെ തന്നെ നമ്മൾ ഒത്തിരി സമയം ഇങ്ങോട്ട് മാറ്റി നോക്കിയാൽ നമുക്ക് ഇറാനിലെ നടന്നിട്ടുള്ള ഇസ്ലാമിക് റവല്യൂഷനിൽ ഷാ ഇതുപോലത്തെ ഒരാളല്ല. ഷാ നമ്മുടെ സാങ്കേതിക ഭാഷ ഉപയോഗിക്കണമെങ്കിൽ ഒരു ബൂർഷാ നേതാവ് എന്ന് പറയാം. ആ ഷായെ ഇസ്ലാമിക വിപ്ലവത്തിൽ ഒരു ഏജന്റ് എന്നാണ് നമ്മൾ വിളിച്ചിരുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ ജയപ്രകാശ് എന്ന് പറയുന്ന ഡൽഹിയിലെ അറിയുന്നുണ്ടാവും, JP ഷായുടെ കാറിന്റെ മുകളിലേക്ക് ചാടിക്കയറുകയും അമേരിക്കൻ ഏജന്റ്, നമ്മുടെ JP അമേരിക്കൻ ഏജന്റ് ഇറാനിലെ ഷാ തുലിയട്ടെ എന്നാണ് അന്നത്തെ മുദ്രാവാക്യം. അപ്പൊ അമേരിക്കൻ പക്ഷപാതിയായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അദ്ദേഹവും അവിടെ അട്ടിമറിക്കപ്പെടുകയാണ്. ഇപ്പോഴും ആ അട്ടിമറിക്കപ്പെട്ട ഇറാനിയൻ ഭരണകൂടം ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. മറ്റു പല പ്രതിസന്ധികൾ ഇപ്പോഴും അവരൊക്കെ 1-2 ആളൊക്കെ അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ടും. ഏകകാലത്ത് സംഭവിച്ച മറ്റൊരു കാര്യമാണ് പാകിസ്ഥാന്റെ വിഭജനം. പാകിസ്ഥാനും നമ്മളെപ്പോലെ സ്വതന്ത്രമായെങ്കിലും പാകിസ്ഥാൻ ഒരു പട്ടാള രാജ്യമായിട്ട് മാറുകയും ബംഗ്ലാദേശിൽ വലിയ അടിച്ചമർത്തലുകൾ പാകിസ്ഥാൻ ഭരണം നടത്തിയപ്പോൾ അതിനെതിരെ ഇന്ദിരാഗാന്ധി പട നയിച്ചു. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് 1971-ൽ ഇൻഡോ സോവിയറ്റ് കരാർ ഒപ്പിട്ടു. അത് വലിയൊരു മാറ്റമായിരുന്നു, വലിയൊരു ലോക സംഭവമാണ്. 1971 ഓഗസ്റ്റിൽ ഒപ്പിട്ടിട്ടുള്ള ഇൻഡോ സോവിയറ്റ് കരാർ. അപ്പൊ ഒരു ഭാഗത്ത് ഞാൻ ഇൻഡോ സോവിയറ്റ് ട്രീറ്റി എന്ന് പറയായിരുന്നു. ഇൻഡോ സോവിയറ്റ് ട്രീറ്റി. അതേപോലെ തന്നെ ശ്രീലങ്ക ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. മ്യാൻമാർ എന്ന് പറയുന്നത് ഇപ്പോ പഴയ ബർമ്മ, അവിടെ ഒരു പട്ടാള ജൂണ്ടയാണ് അവിടെ ഇപ്പോഴും ഭരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന
ആളുകളെ എല്ലാം വെടിവെച്ച് കൊന്നതും എല്ലാം ഞാൻ കഥകളിലേക്ക് അല്ലെങ്കിൽ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ നവസ്വതന്ത്ര രാഷ്ട്രങ്ങളിലെ ഭരണാധികാരികളെ ഒക്കെ തന്നെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഏജന്റുകൾ തട്ടിമറിക്കുന്നു, അല്ലെങ്കിൽ ജനാധിപത്യവാദികളായ ഷായെപ്പോലുള്ള ആളുകളെ തന്നെ അവിടുത്തെ ഫണ്ടമെന്റലിസ്റ്റുകൾ അട്ടിമറിക്കുന്നു എന്നൊക്കെയുള്ള ഒരു പൊതുചിത്രം അത് 77-ലാണ്, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണെങ്കിൽ പോലും നിലവിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ സോവിയറ്റ് യൂണിയന്റെ ഒരു ട്യൂറ്ററിങ് അതിലുണ്ടായിരുന്നു. എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഹോഴ്സസ് മൗത്ത് എന്ന രീതിയിൽ അറിയാൻ കഴിയുന്നത് ഡാങ്കയുടെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകനായിട്ടുള്ള മൊഹിസന്റെ എൻ്റെ അടുത്ത ശിഷ്യത്വം കൊണ്ടാണ്, സാമീപ്യം എന്ന് ഞാൻ പറയുന്നില്ല. ആ കാലഘട്ടത്തിൽ നടന്ന മാറ്റങ്ങൾ അദ്ദേഹം റോഡ് ആൻഡ് ദ ട്രാവലർ എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ വളരെ വിശദമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അടിയന്തരാവസ്ഥയെ ന്യായീകരിക്കുന്ന ഒരാളാണ്. ഇന്നും അദ്ദേഹം ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം അടിയന്തരാവസ്ഥയെ ന്യായീകരിക്കുമായിരുന്നു. അപ്പൊ അവിടെ JP-യെയും മൊറാർജിയെയും അല്ലെങ്കിൽ റെയിൽവേ സമരത്തെയും ജോർജ് ഫെർണാണ്ടസിനെയും എല്ലാം, അല്ലെങ്കിൽ AKGയെയും ഒക്കെ സോവിയറ്റ് യൂണിയൻ കൺസീവ് ചെയ്തത് ഇവരെല്ലാം അമേരിക്കൻ ഏജന്റുമാരാണ്, ഇവരെല്ലാം ഫാസിസ്റ്റുകളാണ്. അങ്ങനെ പാറ്റ്നയിൽ ഒരു ഫാസിസ്റ്റ് വിരുദ്ധ റാലി കൺവെൻഷൻ ഈ അടിയന്തരാവസ്ഥ കാലത്ത് നടന്നത് ഗോപാലകൃഷ്ണൻ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞു. അപ്പൊ അതുകൊണ്ട് പാറ്റ്ന എന്ന് CPIയുടെ തട്ടകമാണ്. അപ്പൊ CPI ഇവിടെ അച്യുതമേനോൻ ഇവിടെ ഭരിക്കുന്നു, അച്യുതമേനോന്റെ ഗവൺമെന്റ് ഇവിടെ ഭരിക്കുന്നു. അപ്പൊ സോവിയറ്റ് യൂണിയന്റെ ഒരു ട്യൂട്ടറിങ് ഇത് ലോകത്ത് ഇങ്ങനെയൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ നാട്ടിലും വലതുപക്ഷങ്ങൾ ഇത് മുഴുവൻ അട്ടിമറിക്കാൻ പോവുകയാണ്. അപ്പൊ അട്ടിമറിക്കുന്നവരെ അട്ടിമറിക്കുക, കിൽ ദ കില്ലർ എന്നുള്ളത് ഒരു ലോക ഡിപ്ലോമസിയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പണ്ടൊരു പോലീസ് ഓഫീസർ സ്കോട്ട്ലൻഡ് യാർഡിലെ ഒരാളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് അയാളെ കൊന്നത്? അപ്പൊ അദ്ദേഹം സ്കോട്ട്ലൻഡ് യാർഡ് ഓഫീസറോട് പറയുന്നുണ്ട്, ഈ ചോദ്യം നിങ്ങൾ അയാളോട് ചോദിക്കാതിരിക്കാനാണ് എന്നതൊരു പ്രസിദ്ധമായ ഒരു മറുപടിയാണ്. അതുകൊണ്ട് ഫാസിസ്റ്റുകൾ വരുന്നു, അതുകൊണ്ട് വലതുപക്ഷം ശക്തമാവുന്നു, അതുകൊണ്ട് അവരെ തടയാൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണം. എല്ലാ തെറ്റുകളും ഒരു ശരിയുടെ പശ്ചാത്തലത്തിലാണല്ലോ ചെയ്യുക. പക്ഷേ ഇന്ത്യൻ പോളിറ്റിയുടെ ഡെമോക്രാറ്റിക് പാരമ്പര്യം, ആ പാരമ്പര്യം മനസ്സിലാക്കുന്നതിൽ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അവരുടെ കൂടെ ഉണ്ടായിരുന്ന CPIയോ, CPIയിൽ ഉണ്ടായിരുന്നതും ചെറിയ ആളുകളല്ല, ഡാങ്കയെ പോലുള്ള ആളുകൾ, മൊഹിസിനെ പോലുള്ള ആളുകൾ, രാജേശ്വര റാവുവിനെ പോലുള്ള ആളുകൾ, സ്റ്റാലിനുമായിട്ട് നേരിട്ട് സംസാരിച്ച ആളുകൾ, ആയിരുന്ന അച്യുതമേനോൻ ഇന്റർനാഷണൽ എക്സ്പോഷർ ഇവരുടെ അത്രയും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ NK കൃഷ്ണൻ, ഹിരൺ മുഖർജി എന്ന് വേണ്ട ഒരു ഗാലക്സി ഓഫ് ലീഡേഴ്സ് അന്ന് CPIയിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. മിറാജ്കർ, അങ്ങനെ എത്രയോ ആളുകൾ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് പോലും മനസ്സിലായത് ഇതൊരു വലതുപക്ഷ മുന്നേറ്റമാണ് എന്നുള്ളതാണ്. അപ്പൊ സാങ്കേതികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ ഒരു കൺസർവേറ്റീവ്സ് ആയിട്ടുള്ള ആളുകൾ, മൊറാർജിയെ പടക്കമുള്ള ആളുകൾ ഇന്ദിരാഗാന്ധിയെ എതിർത്തിരുന്നു. ഇന്ദിരാഗാന്ധി ആവട്ടെ ബാങ്ക് ദേശവൽക്കരണം കൊണ്ടുവന്നു, ബംഗ്ലാദേശ് പ്രശ്നത്തിൽ ഇടപെട്ടു, സോവിയറ്റ് കരാറിൽ ഒപ്പിട്ടു, അതേപോലെ തന്നെ പ്രിവി പേഴ്സ് നടപ്പിലാക്കി, പിന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള ഭൂമി കൊടുക്കുന്ന കാര്യത്തിൽ നടപടിയെടുത്തു. അപ്പൊ ഇന്ദിരാഗാന്ധി ഒരു പ്രോഗ്രസീവ് ഐക്കോണും അവരെ എതിർക്കുന്നവരെല്ലാം റിയാക്ഷണറീസും വലതുപക്ഷവുമാണ് എന്ന തെറ്റായ ഒരു വഴിയിലേക്കാണ് സോവിയറ്റ് യൂണിയൻ കടന്നുപോയത്. ഇവിടെയാണ് ഇന്ദിരാഗാന്ധിയും അത് വിശ്വസിച്ചു. അല്ല, അവര് എന്തോ കോംപ്ലിമെന്റിങ് ഈച്ച് അതർ. അവര് കഴിയുന്നതൊക്കെ വിശ്വസിക്കുന്ന ഒരാളൊന്നുമല്ല. ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണ്, വി ആർ കില്ലിംഗ് ദ കില്ലർ. ഈ ചോദ്യം എന്നോട് ചോദിക്കാതിരിക്കാനാണ് പറഞ്ഞതുപോലെ ഇന്ത്യൻ വലതുപക്ഷത്തിനെതിരായ ഒരു നീക്കമാണ് അടിയന്തരാവസ്ഥ എന്നാണ് മൊഹിസനൊക്കെ ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. ഞങ്ങൾക്കൊന്നും തന്നെ അത് ബോധ്യപ്പെടാതിരുന്നത്. അപ്പൊ ഇവിടെയാണ് സോവിയറ്റ് കൾച്ചറിൽ അവർക്ക് എന്താണ് ഈ പറയുന്ന ഡെമോക്രസി എന്നറിയില്ല, ചൈനക്കാർക്കും ഡെമോക്രസി എന്നറിയില്ല. ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വിജയിച്ച രാജ്യങ്ങളിലെ ഒരു വലിയ പ്രശ്നം അവർക്ക് ജനാധിപത്യം എന്താണെന്ന് പരിചയിച്ചിട്ടില്ല എന്നുള്ളതാണ്. ജനാധിപത്യത്തിന്റെ രുചി അറിയാത്തവരാണ് തൊഴിലാളി വർഗ സർവാധിപത്യം എന്നും കൂടെ പറഞ്ഞിട്ട് പുറപ്പെട്ടത്. അതുകൊണ്ടാണ് ലക്സംബർഗ് അയച്ച ദീർഘമായ കത്ത്, ലെനിൻ അയച്ച കത്ത്, അവർ ജർമ്മനിയിലായിരുന്നല്ലോ, അവർ പറഞ്ഞല്ലോ പാർലമെന്റും മീഡിയയും ഇല്ലാത്ത ഒരു സോഷ്യലിസമാണ് നിങ്ങൾ കെട്ടിപ്പടുക്കുന്നതെങ്കിൽ
സഖാവ് ലെനിൻ എനിക്ക് വിയോജിപ്പുണ്ടെന്ന ഒരു അത് തന്നെ, അത് തന്നെ. 1918 തന്നെ പറയുകയുണ്ടായി. ഉം. അപ്പൊ അതുകൊണ്ട് അവിടെ ജനാധിപത്യമില്ലാത്തൊരു സോഷ്യലിസ്റ്റ് ലോകം, ഇവിടെ ജനാധിപത്യം തകരാൻ പോകുന്നു എന്നുള്ള ഒരു ഭയം. പക്ഷെ വാസ്തവത്തിൽ ഇന്ത്യൻ ജനാധിപത്യം ഈ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പോട് കൂടി ആവർത്തിച്ച് തെളിയിക്കുകയാണ്, ഇന്ത്യക്ക് ലോക ജനാധിപത്യ ക്രമത്തിൽ, ലോക ജനാധിപത്യ ചരിത്രത്തിൽ ഒരു വലിയ സ്ഥാനമുണ്ട്. ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്ന് മാത്രം പഠിച്ചതൊന്നുമല്ല. അതാണ് അംബേദ്കർ പറഞ്ഞത്. നമ്മുടെ പൗരാണിക ഇന്ത്യയെ കുറിച്ച് അദ്ദേഹം പലപ്പോഴും ഇവിടുത്തെ ജാതിയെ കുറിച്ച് വളരെ പുച്ഛത്തോടു കൂടിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അംബേദ്കറുടെ ഒരു പ്രധാനപ്പെട്ട പേപ്പർ ഉണ്ട്, ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ചരിത്രത്തിലെ കുറിച്ച് അദ്ദേഹം എഴുതുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലും ഇന്നത്തേതിന് പോലുള്ള പാർലമെന്റുകൾ ഉണ്ടായിരുന്നുവെന്നും, കേവലമായൊരു പഞ്ചായത്തല്ല, ആ പാർലമെന്റുകൾ അത് എടുത്തു പറയുന്നത് ഇരിപ്പിടങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓരോ മെമ്പർക്കും ഇരിപ്പിടങ്ങൾ ഉണ്ടായിരുന്നുവെന്നും, അതിലുപരി ഞാൻ പ്രൊസീജിയറാണ് പറയുന്നത് കൊണ്ട് അത് ചെറുതല്ല, എങ്ങനെയാണ് ഇപ്പൊ പോയിന്റ് ഓഫ് ഓർഡർ അല്ലെങ്കിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എന്തൊക്കെയാണ് അൺപാർലമെന്ററി ആയ കാര്യങ്ങളെന്ന് എന്തും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് ചായ കുടിക്കാൻ പറ്റില്ലല്ലോ, ക്യാൻറ്റീനിൽ നിന്നല്ലേ ചായ കുടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഒരു പത്രം ഇരുന്ന് വായിക്കാൻ പറ്റില്ല പാർലമെന്റ്. അങ്ങനെ ഒരുപാട് ചെറുതും വലുതുമായ നിയമങ്ങൾ, ആ നിയമങ്ങൾ അതിന്റെ യോഗ നടത്തിപ്പിനെ കുറിച്ച് പോലും കൃത്യമായ നിയമങ്ങളോട് കൂടിയ പാർലമെന്ററി സമ്പ്രദായം പ്രാചീന പാർലമെന്ററി സമ്പ്രദായം ഉണ്ടായിരുന്നുവെന്നും, അതുകൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യത്തെ വെസ്റ്റ്മിനിസ്റ്ററിന്റെ കുഴികളിൽ പോയി തോണ്ടിയെടുക്കേണ്ടതായിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും വെസ്റ്റ്മിനിസ്റ്ററിന്റെ ശീലങ്ങൾ, അവരുടെ ആധുനിക വെസ്റ്റ്മിനിസ്റ്ററുടെ സമ്പ്രദായങ്ങൾ, അത് നമ്മൾ അതേപോലെ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഭരണഘടന, അവർക്ക് ഭരണഘടന ഇല്ല എന്നുള്ളത് ശരിയാണ്, എങ്കിലും അവരുടെ പ്രൊസീജിയറുകളും കാര്യങ്ങളും കോപ്പി ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ ഭരണഘടനയായിട്ട് നമ്മൾ തുലനം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയുടെ ഭരണഘടന എഴുതപ്പെട്ട ഏറ്റവും നല്ല ഭരണഘടനകളിൽ ഒന്നാണ് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അപ്പൊ ഭരണഘടനയുടെ ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ള സ്ട്രെങ്ത്, ഹിസ്റ്റോറിക്കലായിട്ടുള്ള അതിന്റെ ആഴം, ഇതെല്ലാം കൂടി വന്നിട്ട് അന്ന് ഇന്ദിരാഗാന്ധിക്ക് അതിനെ തകർക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, ഇപ്പോ നരേന്ദ്രമോദിക്കും അതിനെ തകർക്കാൻ പറ്റും. അത് തന്നെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 50 കൊല്ലങ്ങൾക്ക് മുൻപ് ഇന്ദിരാഗാന്ധി ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ തകർക്കാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെടുകയും, ഇത്തവണത്തെ ഈ രണ്ടാം മോദി, ഞാൻ ഒന്നാം മോദി സർക്കാർ അടക്കം പറയും, 2 മോദി സർക്കാരുകളും കണ്ടിന്യൂസ് ആയിട്ട് ഭരണഘടനയുടെ തകർക്കാൻ ശ്രമിച്ചിട്ടും തകരാതെ ഇരിക്കുന്ന ഇന്ത്യൻ ഭരണഘടന എന്നുള്ള ലൈൻ, ആ ഒരു ഇതിലാണ് എൻ്റെ അവസാനത്തെ ചോദ്യം ഈ സംഭാഷണത്തിൽ. ഈ കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഗൃഹാതുരത്വം വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യത്തിൽ അപകടകരമാണ് എന്ന് തെളിഞ്ഞതിൻ്റെ ഭാഗമാണ് ഈ ഇന്ത്യ ബ്ലോക്ക്. കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം ഉപേക്ഷിക്കുകയും ഈ പുതിയ സാഹചര്യത്തിൽ ഭരണഘടനയെയും ഇന്ത്യൻ ജനാധിപത്യ മൂല്യങ്ങളെയും നിലനിർത്തുവാൻ ഈ ഇന്ത്യ ബ്ലോക്ക് പോലെയുള്ള ഒരു സംയോഗം ആവശ്യമാണ് എന്ന് മനസ്സിലായതിൻ്റെ പേരിലാണ് ഇന്ത്യ ബ്ലോക്ക് ഉണ്ടായത്. ഇതേപോലെയുള്ളൊരു സാഹചര്യത്തിലാണ് അടിയന്തരാവസ്ഥയ്ക്കെതിരെ ഉണ്ടായ വലിയ ജനമുന്നേറ്റവും ഉണ്ടായത്. എന്നാൽ അടിയന്തരാവസ്ഥയ്ക്കെതിരെ ഉണ്ടായ ജനമുന്നേറ്റം പോലൊന്നും ഉണ്ടാക്കുവാൻ ഇന്ത്യ ബ്ലോക്കിന് കഴിഞ്ഞില്ലല്ലോ. അതുകൊണ്ടല്ലേ ഈ വീണ്ടും മൂന്നാം മോദി സർക്കാർ ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യൻ ഭരണഘടനയെയും ഇന്ത്യൻ ജനാധിപത്യ മൂല്യങ്ങളെയും സംരക്ഷിക്കുവാനുള്ള അവസാനത്തെ അവസരം നഷ്ടപ്പെട്ടു പോയി എന്ന് നമുക്ക് വിഷമിക്കേണ്ടി വരുമോ? ഗോപാലകൃഷ്ണൻ നീണ്ട ചോദ്യമാണ് ചോദിച്ചെങ്കിൽ ഞാൻ അത് 1, 2, 3 ആയിട്ട് അതിനെ ഡിസെക്ട് ചെയ്തിട്ട് പറയാം. അതിന്റെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം. ശരിയാണ്, കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം ഇല്ലാതായിട്ട് വാസ്തവത്തിൽ എത്രയോ കാലമായി. പക്ഷെ അത് ഉണ്ട് എന്ന് കേരളത്തിലെ ലെഫ്റ്റ്, നമ്മളിപ്പോ മലയാളത്തിലാണല്ലോ സംസാരിക്കുന്നത്, നമുക്ക് മാത്രമാണ് അത് മനസ്സിലാവാത്തുള്ളത്. ഇന്നിപ്പോ പുതിയ ഒരു കാര്യം കൂടല്ല, പുതിയതല്ല, ഞങ്ങളൊക്കെ MBR എല്ലാം നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ ഞാൻ എന്റെ പാർട്ടിയുടെ പ്രമേയങ്ങൾ കോട്ടിയാണ് എന്ന് പറയല്ല, പക്ഷെ ഇറ്റ്സ് വെരി വാലിഡ്. അത് മോഹിസനും MBR തമ്മിലൊക്കെയുള്ള വലിയ, സൈഫുദ്ദീൻ ചൗധരി, ഒരു 3 പേരായിരുന്നല്ലോ,
ഞങ്ങളുടെ ഒരു കോൺഫെഡറേഷൻ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് പാണ്ഡ്യനെ പോലുള്ള ആളുകളൊക്കെ CPIയുടെ. അപ്പൊ അതിനെയൊക്കെ ഉരുത്തിരിഞ്ഞൊരു കാര്യം, കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയവും കാലഹരണപ്പെട്ടു, ഉം. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയവും കാലഹരണപ്പെട്ടു. ഉം. അപ്പൊ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം ഉണ്ടായിരുന്നു, അത് മറക്കരുത്. അതെ അതെ അതെ, അത് മറക്കരുത്. ഇപ്പൊ വിമോചന സമരം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയമായിരുന്നു. അതെ. അത് നെഹ്റു തന്നെ ശങ്കറിന് അയച്ച കത്തിൽ പറയുന്നുണ്ട്. ഉം. ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയ കാലഹരണപ്പെട്ടു. ശങ്കറാണല്ലോ അതിന്റെ, ശങ്കർ എത്രയോ മഹാനായ മനുഷ്യനായിരുന്നെങ്കിലും അതെ അതെ അദ്ദേഹം നെഹ്റു അയച്ച കത്ത് ജുബയുടെ പോക്കറ്റിൽ നിന്ന് പുറത്തെടുത്തില്ല എന്നൊക്കെ അദ്ദേഹത്തിന്റെ ജീവചരിത്രകാരനായിട്ടുള്ള കുമാരൻ പറയുന്നുണ്ട്, MK അതെ കുമാരൻ പറയുന്നുണ്ട്. അതിലേക്ക് ഞാൻ പോവല്ലേ. എന്തായാലും ഇരു വിരുദ്ധ രാഷ്ട്രീയങ്ങളും പരാജയപ്പെട്ടു, അല്ലെങ്കിൽ അപ്രസക്തമായി. അപ്രസക്തമായി. കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം അപ്രസക്തമായി, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം അപ്രസക്തമായി. എവിടെയൊക്കെ? കേരളം ഒഴികെയുള്ള മൊത്തം ഇന്ത്യയിലും. അതെ. ഇപ്പൊ രാജസ്ഥാനിലെ അമ്രാറാം ഒരു വലിയ സൂചകമാണ്. അതെ. തമിഴ്നാട്ടിൽ നമുക്ക് കാശ്മീരിൽ ഉണ്ടായിരുന്നു ഒരു CPMന്റെ നേതാവ്, നിങ്ങൾക്ക് അറിയാലോ. അതെ അതെ അതെ, അവിടുത്തെ താരിഗാമി ഉണ്ടായിരുന്നു. താരിഗാമി അതൊരു എക്സെപ്ഷൻ ആയിരുന്നു. ആ. പക്ഷേ അമ്രാറാം ഒരു റൂളാണ്. ഉം. അമ്രാറാം അവിടുത്തെ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് 10,000-40,000 വോട്ട് സ്വന്തമായിട്ട് പാർട്ടിക്കുണ്ട്. 4 ലക്ഷത്തോളം വോട്ട് കോൺഗ്രസ് കൊടുക്കുന്നു. അതെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി അവിടെ നിന്ന് MP ആയി എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് കാണുമല്ലോ. അതെ അതെ. മറ്റൊന്ന്, ബീഹാറിൽ നിന്ന് നക്സലൈറ്റ് ആയിട്ടുള്ള, അതാരും വേണ്ടത്ര എടുത്ത് കാണിക്കുന്നില്ല. അതെ അതെ. ഇന്ത്യയുടെ പാർലമെന്ററി ചരിത്രത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ഉം. എന്ന പാർട്ടിയുടെ 2 MP-മാരുണ്ടായിരിക്കുകയാണ്. MP-മാരുണ്ടായിരിക്കുക. ആ 2 പേരും ജയിച്ചത് അമ്രാറാമും തമിഴ്നാട്ടിലെ CPM CPI MP-മാരും ജയിച്ചതുപോലെയുമല്ല. ഉം. കൂടുതലും അവരുടെ സ്ട്രെങ്തിൽ തന്നെയാണ് ജയിച്ചത്. അതെ അതെ, CPI-ML ജയിച്ച അങ്ങനെയാണ്. പക്ഷെ കോൺഗ്രസിന്റെയും എല്ലാവരും സഹായമില്ല, എല്ലാരും JDU ഇല്ല, മറ്റെല്ലാവരും ഉണ്ട്. എല്ലാവരും RJD അതെ, RJD കോൺഗ്രസ് എല്ലാം ഉണ്ട്. എങ്കിലും they had a better base ഇല്ലേ? അതെ. അവിടെ ഉണ്ട്. അതേസമയം SUCI ആണെങ്കിൽ 42 സീറ്റിൽ നോമിനേഷൻ കൊടുത്തിട്ട് അതെ എന്തൊക്കെയോ ആയിപ്പോയി ബംഗാളിലെ. ഇനി ബംഗാളിലേക്ക് വന്നാലോ, ബംഗാളിൽ സലീം, പോളിറ്റ് ബ്യൂറോ മെമ്പർ സലീം മുർഷിദാബാദ് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് 1,64,000 വോട്ടിന് തോറ്റെങ്കിൽ പോലും 2ാം സ്ഥാനത്തേക്ക് വന്നു. പെർഫെക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. അതെ. ഞാൻ അവിടുത്തെ കോൺഗ്രസിന്റെ നേതാവിനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി സന്ദർശിച്ചു. അദ്ദേഹം എന്താ പറയുക, പ്രമോദ് ഭട്ടാചാര്യ, അദ്ദേഹം 70കളിൽ അവിടുത്തെ കോൺഗ്രസ് മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. കേരളമൊക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകാനുള്ള കാരണം. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഇത്തവണത്തെ CPM കോൺഗ്രസ് ഐക്യം ഒരു വർക്കിംഗ് കോയിലേഷനാണ്. അവർ ജയിച്ചോ ഇല്ലേ എന്നുള്ളതല്ല. ത്രിപുരയിൽ കോയിലേഷൻ ഉണ്ട്, പക്ഷേ BJP അവിടെ 70% വോട്ടാണ്, 70% വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. എങ്കിലും അവിടെയും കോൺഗ്രസും CPM-ഉം ഒരുമിച്ചാണ് നിന്നത്. തമിഴ്നാട്ടിൽ അങ്ങനെയാണ് നിന്നിട്ടുള്ളത്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അവരങ്ങനെയാണ് നിൽക്കുന്നത്. ഇനി മറ്റൊരു ലെഫ്റ്റും കൂടെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ബിജു കൃഷ്ണനും നമ്മുടെ കൃഷ്ണപ്രസാദും പിന്നെ അശോക് കർഷക എല്ലാം കർഷക പ്രസ്ഥാനങ്ങളും തൊഴിലാളി പ്രസ്ഥാനം വേണ്ടത്ര ഇല്ല, കുറവാണ്. റെയിൽവേ തൊഴിലാളി സമരം പോലെ ഒന്നും കാണുന്നില്ല, അനിശ്ചിതകാല സമരങ്ങളൊന്നും ഇല്ല. എന്തായാലും ഇത്തരത്തിൽ ആന്റി ലെഫ്റ്റ് എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഇല്ല, ആന്റി കോൺഗ്രസ് എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഇല്ല. അതിപ്പോ കേരളം എന്ന തുരുത്തിൽ മാത്രമേ ഇങ്ങനെ തത്തി നിൽക്കുന്നത്. നമുക്ക് 2.5% ജനസംഖ്യ ഉള്ളൂ എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. നമ്മൾ പലപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് ആണ് കേരളമാണുള്ളത്, നമ്മുടെയൊക്കെ ഒരു ചിന്താഗതികൾ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ അവസാനമായി ചോദിച്ച ചോദ്യം ഏറ്റവും പ്രസക്തമാണ്. ഇതിൽ എന്തുകൊണ്ട് വലിയ സമരങ്ങൾ നടന്നില്ല? ഞാൻ അങ്ങനെയല്ല കാണുന്നത്. അവിടെയാണ് പുതിയ പുതിയ ആളുകളെ നമ്മൾ കാണുന്നത്. അവിടെയാണ് നമുക്ക് യോഗേന്ദ്ര യാദവിനെ കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ ഭാരത് ജോഡോ അഭിയാനുമായിട്ട് ഞങ്ങൾ വളരെ അടുത്ത് ബന്ധം പുലർത്തിയും കോവലറ്റ് ഓർമ്മയിട്ട് ഞങ്ങൾ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഒരു കൺവെൻഷൻ നടത്തി, വളരെ ഗൗരവമാണ്. പക്ഷെ അവര് ഒരു രാസത്വരകമായി പ്രവർത്തിച്ചു. അവർക്കൊരു പാർട്ടിയൊക്കെ ഉണ്ട്. ആ പാർട്ടിയൊന്നല്ല പ്രശ്നം.
അവിടുത്തെ എത്രയോ ബുദ്ധിജീവികളും വ്യക്തികളും ഗ്രൂപ്പുകളും ഈ പിന്നെ നമ്മുടെ യാദവിന്റെ കയ്യില് ഏതാണ്ട് 250 സംഘടനകളുണ്ട് അവരുടെ കയ്യില്. അതെ മനസ്സിലാക്കണം, ഇത് കേവലമായിട്ടൊന്നും ഉണ്ടായിട്ടുള്ള കാര്യം. അതിനെ മുഴുവൻ രാഹുൽ ഗാന്ധി സ്പോൺസർ ചെയ്തു എന്നുള്ളതാണ്. അതെ അപ്പൊ കേവലമായ ഇന്ത്യ മുന്നണി അത് നടുക്ക് നിൽക്കുകയാണ്. അതാണ് അതിന്റെ പൊളിറ്റിക്കൽ ജോമെട്രി. ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ നടുക്ക് നിൽക്കുന്നു, അതിന് ചുറ്റും ചെറു കക്ഷികൾ നിൽക്കുന്നു. ഞങ്ങളൊക്കെ നിന്നല്ലോ ചെറുതും വലുതുമായ രീതിയില്. ഇപ്പൊ ഞാൻ തമാശയായിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു MP ഉണ്ട്, പക്ഷെ ഞങ്ങളുടെ MP അടൂർ പ്രകാശ് മാത്രമാണ് എന്ന് പറഞ്ഞു. ഉം. മനസ്സിലായില്ലേ? അതെ 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 650 വോട്ടല്ലേ ഭൂരിപക്ഷമുള്ളൂ. അത് അപ്പൊ തന്നെ അതുകൊണ്ട് ചെറിയ കക്ഷികൾക്കും ചെറിയ ഭൂരിപക്ഷമുള്ള കക്ഷികളെ MPമാരെ അവർക്ക് വലിയ ഇഷ്ടമാണ്. അല്ലെ, അപ്പൊ ഞാൻ നമുക്ക് പറഞ്ഞത് നമുക്ക് ഇനി അപ്പൊ കോറായിട്ട് 5 മിനിറ്റ് കൂടി ഉള്ളൂ നമുക്ക് നമ്മുടെ കയ്യില്. 5 അപ്പൊ ഈ മിനിറ്റ് പോലും ആവശ്യമില്ല. യോഗേന്ദ്ര അല്ല യാദവ് അല്ല ആ അല്ല എന്റെ പോയിന്റ്, ആ ഈ യോഗേന്ദ്ര യാദവും രാഹുൽ ഗാന്ധി കോമ്പിനേഷൻ ഉം. അത് നമ്മൾ കാണാതെ പോകരുത്. അതെ അത് അടിയന്തരാവസ്ഥയിൽ നടന്ന സമരങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരുന്നു മാത്രം. ഇത് നടക്കുകയാണ് ചെയ്തത്. ഗാന്ധിജി നടന്നേക്കാളും വലിയ നടത്തമല്ലേ അതെ രാഹുൽ ഗാന്ധി നടന്നത്. അദ്ദേഹം ഗാന്ധിയിലേക്ക് നടക്കുന്നു എന്നാണ് ഞാൻ അന്ന് പറയാൻ എനിക്ക് ആ തോന്നിയത്. വിനോബ ഭാവെ ഒരു പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ നടന്നിട്ടുണ്ടാകാം, പക്ഷേ ഇതുപോലെയുള്ള നടത്തമല്ല. വീണ്ടും അദ്ദേഹം മണിപ്പൂരിലേക്കാണ് പോകുന്നത്. ഉം. മണിപ്പൂരിൽ നിന്ന് അദ്ദേഹം ബോംബെയിലേക്ക് വരികയാണ് കിഴക്ക് പടിഞ്ഞാറായിട്ട്. അപ്പൊ ഈ ഒരു നടത്തവും ഓട്ടവും ഈ ഒരു ഇളക്കിമറിക്കലും ചേണിങ് എന്ന് നമ്മൾ പറയില്ലേ, ഒരു വലിയ ചേണിങ് പ്രോസസ് ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. അതാണ് വീണ്ടും അടിയന്തരാവസ്ഥ ഉണ്ടാകാതിരിക്കാനുള്ള ഗ്യാരണ്ടി എന്നാണ് ഞാൻ കരുതുന്നത്. അത് തന്നെ. അപ്പം ഞാൻ എൻ്റെ അവസാന ചോദ്യം അത് വളരെ ചുരുക്കി ജോൺ മറുപടി പറയണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. യോഗേന്ദ്ര യാദവ് പ്ലീസ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഇന്ത്യ ഇൻ്റർനാഷണൽ സെൻറ്ററിൽ ഒരു യോഗത്തിന് വന്നപ്പോൾ ഞാൻ പോയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ പാർലമെൻറ്റിൽ അല്ല, ഈ ഈ ഇപ്പോൾ വരുന്ന പാർലമെൻറ്റിലോ ഈ പാർലമെൻറ്റിൽ നടക്കാൻ പോകുന്ന സർക്കാരിനെതിരെ നടക്കുന്ന സമരത്തിലോ ഒന്നുമല്ല പ്രധാനപ്പെട്ട പോയിന്റ്, ബഹുജന സമരങ്ങളിൽ തന്നെ ആയിരിക്കും. ബഹുജന സമരങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകാൻ പോവുകയാണ്, അതിനുള്ള പ്രേരണയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. 100% ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അതുകൊണ്ട് ഇതൊരു വിജയമല്ല, ഇത് വിജയത്തിന്റെ ഒരു ചവിട്ടുപടി മാത്രമാണ്. അതെ അതിൽ നയങ്ങളാണ് ജയിക്കേണ്ടത്, വ്യക്തികളല്ല. അതിൽ പാവപ്പെട്ടവരുടെ ജീവിക്കാനുള്ള അവസരങ്ങള്, അതേപോലെ തന്നെ കൃഷിക്കാരുടെ ഭൂമി, അതുപോലെ തന്നെ പാരിസ്ഥിതിക അഭയാർത്ഥിത്വം എന്ന് പറയുന്ന 50 വർഷം മുമ്പ് ഇല്ലാതിരുന്ന കാര്യം. വാസ്തവത്തിൽ ഇന്ദിരാഗാന്ധിയാണല്ലോ നമ്മുടെ കോപ്പൻഹാഗനിൽ നടത്തിയിട്ടുള്ള മീറ്റിങ്ങില് അവരാണല്ലോ സൈലന്റ് വാലിയൊക്കെ പിന്നീട് അങ്ങനെയല്ലേ വരുന്നത്. ഇന്റർനാഷണൽ പാരിസ്ഥിതിക്ക് വേണ്ടി സംസാരിച്ച ലോക നേതാവ് ഇന്ദിരാഗാന്ധിയാണ്. പക്ഷേ ഇന്ന് 50 കൊല്ലത്തിന് ശേഷം പാരിസ്ഥിതിക അഭയാർത്ഥിത്വം എന്ന് പറയുന്നത് ഒരു നഗ്ന യാഥാർത്ഥ്യമായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ കുട്ടനാട്ടിലുള്ള ആൾക്കാർ പോലും ഓടിപ്പോവുകയാണ്. കടപ്പുറത്തുള്ള ആൾക്കാര് കിഴക്കോട്ട് വരികയാണ്. കുട്ടനാട്ടുകാര് ചങ്ങനാശ്ശേരിക്ക് അപ്പുറത്തേക്ക് പോവുകയാണ് നമ്മുടെ നാട്ടില്. അപ്പൊ അങ്ങനെ എല്ലാ ഹിമാലയ പർവ്വതത്തിന്റെ അറ്റം മുതല് കന്യാകുമാരിയുടെ അറ്റം വരെ ഒരു പുതിയ പ്രോസസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇതിനോടെല്ലാം ഭരണകൂടത്തിന്റെ പ്രതികരണങ്ങൾ വളരെ തണുപ്പനാണ്. അവരിപ്പോഴും പ്രോഫിറ്റിന്റെ കള്ളിയിൽ മാത്രം നിൽക്കുകയാണ്. ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പ്രോഫിറ്റ് എന്ന അറുപഴഞ്ചനായിട്ടുള്ള ഒരു മുദ്രാവാക്യത്തിൽ കുടുങ്ങി കിടക്കുകയാണ്. ഒരു വാക്കും കൂടെ ചേർക്കാൻ പറ്റും, ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ള ഒരു വാക്കും കൂടെ. ഇപ്പൊ BJPയുടെ ഇൻഫ്രാ പുഷ് എന്ന് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഇൻഫ്രാ പുഷ്, അതിന്റെ ഭാഗമായിട്ട് പോലും നിരവധി ജീവിതങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ഹൈവേ വളരെ സന്തോഷകരമായ ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നും. ശരിയാണ്, നമ്മളതിൽ പോകുന്നുണ്ട്. പക്ഷേ ഇരുവശക്കരകളിലും ഉണ്ടായിട്ടുള്ള ചെറുകിട വ്യാപാരങ്ങളും പെറ്റി ആയിട്ടുള്ള ബിസിനസ്സുകളും, പ്രഭാത് പട്നായിക്കിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പെറ്റി ബിസിനസ്സുകളെല്ലാം നോക്കുമ്പോൾ ഏതാണ്ട് 50,000 ബിസിനസ് സ്ഥാപനങ്ങളെയും, ബിസിനസ് ഞാൻ പറയുന്നത് ചിലപ്പോൾ തട്ടുകടയായിരിക്കും, ഇല്ലാതായിട്ടുണ്ട്, എന്റർപ്രൈസുകൾ ഇല്ലാതായിട്ടുണ്ട്. അപ്പൊ ഇതിനെയെല്ലാം അഡ്രസ് ചെയ്യുന്ന ഒരു വളരെ പുതിയ, അതുപോലെ തന്നെ ജെൻഡർ, 50 വർഷം മുമ്പ് ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നു, പക്ഷെ ജെൻഡർ ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്ദിരാഗാന്ധി മാത്രമാണ് പുരുഷൻ എന്നൊക്കെ പറഞ്ഞ് അവരെ പ്രകീർത്തിക്കുന്നത്. നമുക്ക് ഈ ചർച്ച വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. പക്ഷേ വളരെ സമഗ്രമായി ഒരു ആഗോള സാഹചര്യത്തിൽ, ചരിത്രപരമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് 50 കൊല്ലത്തെ അടിയന്തരാവസ്ഥ ഉണ്ടായ സാഹചര്യം മുതൽ ഇന്നത്തെ ഇന്ത്യയുടെ നില വരെ വളരെ വിശദമായി സംസാരിച്ചതിന് ഐ ആം താങ്കിങ് യു on behalf of all the listeners of Dilli Dali, and thank you for your quality time.
എന്നെ ക്ഷണിച്ചതിനും ഗോപാലകൃഷ്ണന് വളരെ നന്ദി. താങ്ക് യു. ഡില്ലി ഡാലിക്ക് അഭിനന്ദനം. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്.